മാധുക്കജൻ നമുക്കിന്ന് ചത്താത് പച്ച എന്ന സിനിമയിലെ റിവ്യൂ നോക്കാം. അടിപൊളി സിനിമയായിരുന്നു. ഞാൻ എന്തിനാണ് പോയി കണ്ടത്, തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നല്ല രസം. അപ്പം ഇതിൽ അടിയിടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വയലൻസ് എന്നൊക്കെ തോന്നും, പക്ഷെ എൻ്റെ വയലൻസേ ഇല്ല. എനിക്ക് മാർക്കോ കൊത്ത അതേപോലത്തെ വയലൻസ് സിനിമകളൊന്നും ഇഷ്ടമല്ല. പക്ഷെ അടിപൊളി സിനിമയായിരുന്നു മോനെ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് റെസ്ലിങ്ങിൻ്റെയാണ് മെയിനായിട്ട് ഈ മൂവിയിൽ വരുന്നത്. ഗുസ്തി അങ്ങനെ കാര്യങ്ങൾ. റെസ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് കോമ്പറ്റീഷൻ ആയിട്ടല്ല വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് WWE നമ്മൾ കണ്ട ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പോയി കണ്ടു. അതേപോലത്തെ തോന്നുന്ന ഒരു മൂവിയാണിത്, ടൈപ്പ് ഓഫ് ദാറ്റ്. അപ്പം എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു. ഇത് അദ്വൈത് നായർ ആണ് ഈ സിനിമയുടെ ഡയറക്ടർ. എന്നാലും ഫസ്റ്റ് സിനിമയാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് സിനിമയാണ്. അപ്പം രണ്ടാമത്തെ സിനിമയൊക്കെ നല്ല രസമായിരിക്കും അല്ലേ. അപ്പം നല്ല രസമുണ്ടായിരുന്നു ഈ സിനിമ. പിന്നെ ഇതിൻ്റെ അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരുന്നു മോനെ. മുജീദ് എന്ന ആളാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ടൈറ്റിൽ ട്രാക്കില്ലേ ഈ സിനിമയുടെ, അത് ഫെജോ ആണ് ചെയ്തത്. ഫെജോ റാപ്പറിനെ അറിയാവോ? ആ റാപ്പർ എൻ്റെ ഫോളോവറാണ് ഞാൻ. നല്ല രസമുണ്ടായിരുന്നു ഈ മൂവി കാണാൻ. 3 കൂട്ടുകാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണിത്. വെട്രി സാവിയോ ലിറ്റിൽ. പിന്നെ എൻ്റെ അതൊരു കൊച്ചു കുട്ടിയുണ്ട്, റോസമ്മ. നല്ല രസമാണ് അതിൻ്റെ അഭിനയം, ഡയലോഗ്. എൻ്റെ പൊന്നെ അടിപൊളിയായിരുന്നു. ഇത് കൊച്ചി മട്ടാഞ്ചേരിയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ കൊച്ചി സ്ലാങ്ങിൽ ഈ സിനിമ വന്നേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഈ സിനിമ. പിന്നെ ഇതിൻ്റെ അവസാനം ഒരു കാമിയോ റോളുണ്ട് മോനെ, നമ്മളെ പ്രിയപ്പെട്ട ഒരു നടൻ്റെയാണ്. ആ നടൻ്റെ പേരൊക്കെ പറഞ്ഞാൽ ഞാൻ അവസാനം സ്പോയിലറാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അടിപൊളിയാണ്. നിങ്ങളിത് തിയേറ്ററിൽ പോയി കാണണം മോനെ, അടിപൊളിയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് വരുമ്പോൾ കമൻറ്റിൽ വിശേഷം പറയണേ, എന്നാലേ ഞാൻ അടുത്ത വീഡിയോ ഇടും. ഓക്കെ, ബൈ കൂട്ടുകാരെ.